ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അമ്മയുണ്ട്, വൈഫ്, കുട്ടികൾ. അതെ, അടിപൊളി. അപ്പൊ മക്കളോട് ഞങ്ങളുടെ അന്വേഷണം ഒക്കെ പറയണം. ഓക്കെ. കുമ്പളം എന്ന് പറയുമ്പം കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ ഒരു ചെറിയ കുമ്പളം. ശരി. നാട്ടിൽ ഇതുപോലെ കലാകാരന്മാർ ഒരുപാട് പേരുണ്ടോ? ഉണ്ട്. നമ്മുടെ അടുത്ത പ്രദേശത്തുകാരനാണ് സിറാജ് പയ്യോളി. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ആക്ച്വലി എനിക്കിങ്ങനെ മൈക്കിൽ കേൾക്കുമ്പം എനിക്ക് ഇവിടെ നിന്ന് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, നമ്മുടെ സിറാജേട്ടൻ്റെ ഒരു വോയിസ് പോലെ തോന്നിച്ചു. എടുക്കാറുണ്ടോ അങ്ങനെ വോയിസ്? ചെയ്യാറുണ്ട്. സിറാജൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു പാറ്റേണിലുള്ള ഫിഗർ ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആദ്യം തന്നെ നമ്മുടെ സിറാജ് പയ്യോളി ചേട്ടൻ്റെ സൗണ്ടിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. സിറാജിക്ക് ആദ്യം പ്രോഗ്രാം ചെയ്യുമ്പോൾ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. മലയാള സിനിമയിലെ 2 ധ്രുവങ്ങളാണ് ലാലേട്ടനും മമ്മൂക്കയും. ഞാനിവിടെ ലാലേട്ടനായി വന്ന് അങ്ങനത്തെ എൻ്റെ മമ്മൂക്കയാകുന്ന ഒരു ചെറിയ ലാലേട്ടൻ, ചെറിയ മമ്മൂക്ക. പാവായ കഴിച്ചലാക്കി തരണം. അടിപൊളി കൊള്ളാം. ശരി, അപ്പൊ നമ്മൾ ആദ്യം തന്നെ തുടക്കം സൂപ്പറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആരുടെയാണ് അടുത്ത് കേൾക്കാൻ പോകുന്നത്? പഴയ കാലത്തിലേക്ക് പോകുമ്പോൾ ഒരു ജോസ് പ്രകാശ്, അദ്ദേഹത്തിന്റെ പഴയകാല ശബ്ദം സിനിമയിലെ. ഹലോ മിസ്റ്റർ രാജശേഖരൻ, നിങ്ങൾ എന്റെ സമർത്ഥനായ ഒരു അസിസ്റ്റന്റാണ്. പക്ഷേ ആ സാമർത്ഥ്യം എന്നോട് കാണിച്ചാൽ ഇതായിരിക്കും ഗതിയെന്ന് നിങ്ങൾ നന്നായി മനസ്സിലാക്കിയല്ലേ? ഇനി നമുക്ക് ആരുടെയാണ് വോയിസ് കേൾക്കാൻ പറ്റുന്നത്? ഇനി മുരളിച്ചേട്ടൻ, പത്രം സിനിമയില് അദ്ദേഹത്തിന്റെ ഒരു നല്ല ഡയലോഗ് ഉണ്ട്. ശരി, മുരളി സാറിന്റെ വോയിസ് കേൾക്കാം. വിളറിയ നിന്റെ ഈ കയ്യിലേക്ക് ഒരു ആയുധമെടുത്ത് പിടിപ്പിച്ചു തന്നിട്ട് അതേത് പ്രാണന്റെ നെഞ്ചിലേക്കും ചൂണ്ടിപ്പിടിക്കാനും ഒരു മുടിനാരിഴ പോലും വിറക്കാതെ കാഞ്ചി വലിക്കാനും പഠിപ്പിച്ചത് ഞാനാ, ശേഖരനാ. അത് മറക്കണ്ട. വേണമെങ്കിൽ എന്നെ നിനക്ക് ഇവിടെ വെച്ച് കൊല്ലാം, ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പക്ഷേ ഒരുപാട് തവണ മരണത്തിൽ നിന്നും നീന്തി കയറിയ ഈ ശരീരവും മനസ്സും നിന്റെ മുന്നിൽ കീഴടങ്ങി കാണണമെങ്കിൽ അതിനിയും നീ 100 ജന്മം കൂടി ജനിക്കണം. നായായിട്ടും നരിയായിട്ടും പിന്നെ നരനായിട്ടും. ഇനി നമുക്ക് ആരുടെ വോയിസ് കേൾക്കാൻ പറ്റാം? നരേന്ദ്രപ്രസാദ് സാർ. ശരി, ഓക്കെ. ഫെറോഷ്യസ്, അക്രമകാരി. ലേഖനത്തിൽ മീര എനിക്ക് തന്ന മറ്റൊരു വിശേഷണം. മീരയുടെ ലേഖനം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ കണ്ണാടിയിൽ നോക്കിപ്പോയി. എൻ്റെ കഴുത്തിന് മുകളിൽ ദ്രംഷ്ടകളുള്ള ഒരു വേട്ടപ്പട്ടിയുടെ മുഖമുണ്ടോന്നറിയാൻ. ഐ ലൈക്ക് എ സ്പോട്ട് ഓഫ് ഫയർ. പ്രസംഗിച്ചു അല്ലേ? സോറി, ഒന്ന് മാത്രം പറയാനാ വന്നത്. കോവളത്തെ കടൽ തീരത്തടിഞ്ഞ 3 അജ്ഞാത മൃതദേഹങ്ങൾക്ക് പിന്നിൽ ഞാനുണ്ടെന്ന് എഴുതിയല്ലോ. 4ാമതൊരെണ്ണം കൂടിയായാലും ഒന്നും സംഭവിക്കില്ല. സിയോ. അടിപൊളിയായിരുന്നു ലീ ചേട്ടാ. അങ്ങനെ ഇല്ലേ? എന്തെങ്കിലും കൂടി ചോദിക്കാം. ശരി, എന്തെങ്കിലും അടുത്ത ഡയലോഗ് പറയും. ആരെയും അടുത്ത് ചെയ്യാൻ പോവാ? സുരേഷ് കൃഷ്ണ. ഓക്കെ, ശരി, കേട്ടോക്കാം. ഞാൻ ആരെ സ്നേഹിക്കണം, ആരെ സ്നേഹിക്കണ്ടെന്ന് എന്നെ ഇവിടെ പഠിപ്പിക്കണ്ട. എനിക്കറിയാം എന്നാ വേണോന്ന്. 10 മാസം എന്റെ മോളെ ചുമന്നത് ഒറ്റ ദിവസം കൊണ്ട് വേണ്ടെന്ന് തോന്നിപ്പോയല്ലോ നിനക്ക്. ഒരു ആയുസ് മുഴുവൻ ഞാൻ എന്റെ മോളെ കഷ്ടപ്പെട്ട് വളർത്തിയാലും 10 മാസം ചുമന്നതിന്റെ കണക്ക് നിന്നെ പോലെ ഒരു ഭാര്യക്ക് പറയാൻ കാണൂ. അതങ്ങനാ. ഇനി വോയിസുകളുണ്ടോ ലിനീഷേട്ടന്റെ കയ്യിൽ എടുക്കാൻ? ഇന്നസെന്റ് ഏട്ടൻ ദേവാസുരം കഴിഞ്ഞ് രാവണപ്രഭുവിലേക്ക് എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിനുണ്ടായ ഒരു മാറ്റമുണ്ട്. എല്ലാവരുടെയും മാറ്റിയ മിമിക്രി കലാകാരന്മാരല്ലേ? നന്നായിട്ട് ഗുഡ് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. ഇവിടെ നല്ല നാടൻ ചീരയുടെ വിത്ത് കിട്ടുമെന്നറിഞ്ഞു വന്നതാ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കുമ്പളങ്ങ വിൽക്കാനും ഉണ്ട്. എന്താ ശേഖരന് വേണാവോ? ചെറിയ കുമ്പളം പോലെ ചെറിയ രീതിയിൽ ഡയലോഗ് ചെറുതായിട്ട് ഇന്നസെന്റ് ഏട്ടൻ. അപ്പൊ ലിനീഷേടാ ഫിഗർ ഒക്കെ ചെയ്യും എന്ന് പറഞ്ഞു. ആരുടെയൊക്കെ ഫിഗറാ ചെയ്യാറുള്ളത്? സ്റ്റേജിലാണെങ്കിൽ ലാലേട്ട്, മമ്മൂക്ക, അങ്ങനെ ഒരുപാട് ഫിഗർ, 10ഓളം ഫിഗറുകൾ ചെയ്യുന്നുണ്ട്. ഒറ്റയടിക്കാണോ ചെയ്യുന്നത്? ആണ്. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഒറ്റയടിക്ക് ഇപ്പൊ നമ്മൾ ചെയ്യാൻ എന്തായാലും പറയുന്നില്ല, ബിക്കോസ് നമുക്ക് സമയം കുറവേ ഉള്ളൂ. തീർച്ചയായിട്ടും. പക്ഷെ ഒരു സാമ്പിൾ എന്നുള്ള രീതിയിൽ ഒരു ചെറുതായിട്ട് ബാലചന്ദ്രമേനോൻ ചേട്ടന്റെ ഒരു രൂപം നോക്കാം. ഓക്കെ, നമ്മുടെ മാസ്റ്റേഴ്സിന് വേണ്ടി സ്പെഷ്യൽ. കൺമണി പെൺമണിയേ കാർത്തിക പൊൻകണിയേ, കൺമണി പെൺമണിയേ കാർത്തിക പൊൻകണിയേ, കാരോ തളിരോ. എനിക്ക് എന്നെ മനസ്സിലാക്കാൻ, എന്റെ മനസ്സിന്റെ വിങ്ങില് മനസ്സിലാക്കാൻ നിങ്ങൾക്കാർക്കും സാധിച്ചിട്ടില്ല.
അമ്മയാണ് സത്യ. കൊള്ളായിരുന്നു. ഓക്കെ, എന്തായാലും പെട്ടെന്നുള്ള ഒരു ഫിഗർ ഒന്ന് സാമ്പിൾ കാണിക്കുമെന്ന് ചോദിച്ചത് നന്നായിട്ട് തന്നെയാണ് ചെയ്തത്. തീർച്ചയായും ഇതിങ്ങനെയൊന്നല്ലോ, മേക്കപ്പ് എല്ലാം ഇട്ട് മനസ്സിലായി, പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞോണ്ടല്ലേ. അപ്പൊ ഇതിൽ നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനോട് ചോദിക്കാം. ഇക്ക ലിനീഷ് കുമ്പളം, ലിനീഷ് നന്നായിരുന്നു. ലിനീഷേ നല്ല രസമുണ്ടായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് ലിനീഷ് ഓരോ സംഭവം ചെയ്യുമ്പോൾ ഞങ്ങളിങ്ങനെ പറയരുത്, ഈ സിറാജ് ഭായിയുടെ ശബ്ദം ചെയ്തില്ലേ, ശബ്ദം മാത്രമല്ല നിങ്ങൾക്ക് ഒരു അദ്ദേഹത്തിന്റെ ഒരു ഫിഗർ കൂടി ഉണ്ട്. കറക്റ്റ് ഉണ്ട്. എല്ലാരും പറയൂ സ്റ്റേജില് ഞാനാണോ സിറാജിക്കാണോ ചെയ്യുന്നതെന്ന് മാറിപ്പോകും സ്റ്റേജിൽ. അത് സിറാജ് നമ്മുടെ നല്ല സുഹൃത്താണ്. സിറാജിനെ കണ്ട് ശീലിച്ചതിന്റെ പേരിൽ കറക്റ്റായിട്ട് അദ്ദേഹത്തിന്റെ പല മാനറിസങ്ങളും നിങ്ങളുടെ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ മിമിക്രി കണ്ടു വളർന്നതിന്റെ പേരിലായിരിക്കാം ആ മാനറിസങ്ങളും എല്ലാം കുറച്ച് സ്വാധീനിച്ചിട്ടുണ്ടല്ലേ. അതെ അതെ അതെ. പിന്നെ ഇപ്പോൾ മേനോൻ സാറിന്റെ ഫിഗർ ചെയ്തപ്പോൾ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് ഭാഗ്യരാജന്റെ ഫിഗർ ചെയ്യാൻ പറ്റും. തമിഴ്നാടൻ ഭാഗ്യരാജ് അല്ലേ? താങ്ക് യു സാർ. അടുത്ത സ്റ്റേജിൽ നോക്കാം. ആ അടിപൊളി. അതൊരു പണി ചെയ്തത്, ഈ തലകെട്ടൊക്കെ കെട്ടി കണ്ണടയൊക്കെ വെച്ചിട്ട് തിരിഞ്ഞു നിന്നിട്ട് ഇത് ഏതാന്ന് ചോദിച്ചത്. അപ്പൊ ചോദിക്കുമ്പോൾ അവർ പറയും ഭാഗ്യരാജ് എന്ന് പറഞ്ഞാൽ അന്ന് ഭാഗ്യരാജ്. അഥവാ ബാലേന്ദ്രമേനോൻ പറഞ്ഞ ബാലേന്ദ്രമേനോൻ. അതെ. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവരും. താങ്ക് യു. ഓക്കെ പക്രു ചേട്ടാ. ദിനേഷ് ഭായ് നന്നായിരുന്നു, ഗംഭീരായി. ഇക്ക പറഞ്ഞ പോലെ തന്നെ ഒന്നും പറയാനില്ല. എന്താ ചെയ്യുന്നത്, എന്താ ജോലി എന്താ? ജോലി ഞാൻ പെയിന്റിങ് ജോലിയായിരുന്നു, വീടിന്റെ പെയിന്റിങ്. അപ്പൊ ഒരു ചെറിയ അസുഖവും കാര്യങ്ങളൊക്കെ വന്നു, അത് പെയിന്റിങ് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായി. അപ്പൊ ഞാനൊരു പെറ്റ് ഷോപ്പ് തുടങ്ങി. ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട്. അതെ അതെ. പെറ്റ് ഷോപ്പിൽ എന്തൊക്കെയാ ഉള്ളത്? അതെ, നായി, പൂച്ച, എലിയുണ്ട്. എലിക്ക് ഹാംസ്റ്റർ എന്ന് പറയും. അങ്ങനെ കിളികള്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പ്രൊഫഷണലായിട്ട് പ്രോഗ്രാമിന് പോകാറുണ്ടോ? പോകാറുണ്ട്. സ്റ്റേജ് പരിപാടികളൊക്കെ ഉണ്ട്. ഒരു 40 മിനിറ്റ് ഷോ ചെയ്യും. 40 മിനിറ്റ് നിന്നങ്ങോട്ട് തകർക്കും. ഞങ്ങളെല്ലാം ഇപ്പൊ ഞാനും ഷാജുബായൊക്കെ സിറാജ് ബായുടെ പ്രോഗ്രാമുകളാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇതുപോലുള്ള മികച്ച കലാകാരന്മാർ ഇനിയും ഉണ്ട്. അല്ലല്ല, ഈ പറഞ്ഞ പോലെ അൺലിമിറ്റഡ് ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നല്ല രസമായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്ത്, ഈ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞതിനകത്തൊക്കെ അത്യാവശ്യം തമാശകളും ഒക്കെ, ആ തമാശയുടെ മേമ്പടിയോടുകൂടിയുള്ള അനുകരണങ്ങളും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ചിരിച്ച്, ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഫിഗർ ഒന്നും ശരിയായില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ സ്റ്റേജിൽ നിൽക്കും എന്നുള്ളൊരു ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് വളരെ വളരെ നന്നായിരുന്നു. നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. താങ്ക് യു. അല്ലേ, എല്ലാവരുടെയും ആഗ്രഹം അതൊക്കെ തന്നെ അല്ലേ. നല്ല സംഭവങ്ങൾ, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ കേട്ടോ. ഓക്കെ താങ്ക് യു. അപ്പൊ എന്തായാലും ചേട്ടാ ഇനി അടുത്ത് നമുക്ക് ചേട്ടനോട് ചോദിക്കാം, ചേട്ടൻ എൻജോയ് ചെയ്തോ എന്നുള്ളത്. യെസ്, അതിഗംഭീരമായിരുന്നു. മാത്രമല്ല ഈ ആ ഒരു കോൺഫിഡൻസ് ആണ് ഏറ്റവും അതിൽ ഇഷ്ടപ്പെട്ടത്. കാരണം വെച്ചാൽ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എല്ലാ ആർട്ടിസ്റ്റുകളെ നന്നായിട്ട് തന്നെ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഡയലോഗ് നമുക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ പെട്ടെന്ന് തീർന്നു പോകുന്ന പോലെ തോന്നി പലപ്പോഴായിട്ടും. അങ്ങനെ തോന്നി. ഡയലോഗ്സ് വളരെ കുറച്ച് അങ്ങനെ പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും അല്ല, അത് നമ്മള് കൂടുതൽ കൊടുക്കുമ്പോൾ മതി എന്ന് പറയും. കുറച്ചാകുമ്പോൾ അവിടെ നിർത്തണം. അതെ അതെ. എന്തായാലും അതുപോലെ നിറയെ പ്രോഗ്രാമുകൾ കിട്ടട്ടെ, ഒരുപാട് ഷോസിൽ ഇനിയും പങ്കെടുക്കാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.